അങ്ങനെ കുറേ പേര് നമ്മുടെ വെഡ്ഡിങ് വീഡിയോ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ആൽബം പോലെ ഒരെണ്ണം എടുത്തതേ ഉള്ളൂ കല്യാണത്തിന് മുമ്പേ. അപ്പം അത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതും ജസ്റ്റ് ഒരു ഷോർട്ട് ഒരു പ്രൊമോ വീഡിയോ, ഒരു 3 മിനിറ്റ് എന്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ തപ്പി പിടിച്ചൊക്കെ എടുത്തായിരുന്നു. എൻ്റെ കയ്യിൽ പഴയത് കിടപ്പുണ്ടായിരുന്നു. ആ തപ്പി പിടിച്ചെടുത്ത് അതിൽ മ്യൂസിക് ഉണ്ടായിരുന്നു. എനിക്ക് ആ പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ല. മറ്റേ ചെല്ലക്കണ്ണനെ എന്ന് പറഞ്ഞ പാട്ടാണ് ഇട്ടിരുന്നത് ബാക്ക്ഗ്രൗണ്ടായിട്ട്. പക്ഷെ അത് യൂട്യൂബിൽ കേട്ടപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മ്യൂസിക്കില്ല, ഞാൻ വെറുതെ ഒരു മ്യൂസിക് ഇട്ട് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ കൂടെ ഞാനും കാണാം. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ അതാണ് വീഡിയോ. ഇനി കുറച്ച് ഫോട്ടോസ് ഇടാം. ഒരു 100,000 ഫോട്ടോസ് ഉണ്ട്. അതിൽ കുറച്ച് സെലക്ട് ചെയ്ത് ഞാൻ ഇടാം. അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എന്ത് ഫോട്ടോയാ എവിടെ വെച്ചാൽ എടുത്തതെന്നുള്ള ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അങ്ങനെ അത് ലേക്ക് പാലസ് എന്ന് പറഞ്ഞ ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു റിസോർട്ടിൽ പോയാൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ആദ്യം റൂമിനകത്ത് ഈ ഫോട്ടോസ് എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് അഴുക്കായാൽ പിന്നെ എനിക്ക് കല്യാണത്തിൽ ഇടാൻ പറ്റത്തില്ല. സാരിയൊന്നും എനിക്ക് കൊടുക്കാൻ അറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ അവിടെ പോയി 4-5 ഫോട്ടോസ് എടുത്തിട്ട് മുടിയൊക്കെ നനഞ്ഞ ഒരു പരുവായിരുന്നു. പിന്നെ റിങ്ങൊക്കെ വെച്ചൊരു ഫോട്ടോ, അത് പ്ലാറ്റിനമും ഗോൾഡും മിക്സ് ആയിട്ടുള്ള ഒരു റിങ്ങാണ്.
അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോ ഇങ്ങനെ നമുക്കൊരു ഓർമ്മയായിട്ട് എടുത്തു. നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിങ് എക്സ്ചേഞ്ചും പിന്നെ നമുക്ക് കുറച്ചിങ്ങനെ ഫോട്ടോസും കേക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് എടുത്തിട്ട് ഫ്രണ്ട്സ് വരെ പേര് തെറ്റിച്ചാൽ പറയുന്നത്. എല്ലാവരും ജോജി യോജി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്ച്വലി അന്ന് കല്യാണ സമയത്ത് യോജി നല്ല രീതിക്ക് വെയിറ്റ് കുറഞ്ഞായിരുന്നു. ഞാൻ അധികം ഒന്നും കുറച്ചില്ല, ഞാൻ ഉള്ള വെയിറ്റൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ കല്യാണത്തിന് ആ ഒരു സ്ട്രെസ്സായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ നല്ലോണം ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും യോജിയുടെ പപ്പയാണ് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റസ്റ്റ് ചെയ്ത് മാരേജ് അതെന്തൊക്കെയൊക്കെ കുറേ സാധനങ്ങളുണ്ടെന്ന് അറ്റസ്റ്റ് ചെയ്ത് സറണ്ടർ ചെയ്യണമായിരുന്നു. പിന്നെ രജിസ്റ്റർ ഓഫീസിൽ ഡേറ്റ് എടുക്കണമായിരുന്നു. 30 ദിവസം ഇതിലിടണം. സെപ്റ്റംബർ തൊട്ടേ ഞാനും പപ്പയും കിടന്ന് ഓടുക. മറ്റേ പുനലൂർ രജിസ്റ്റർ ഓഫീസിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ 2 മാസം നമ്മൾ കിടന്ന് ഓടുമായിരുന്നു. അപ്പോൾ ഒക്ടോബർ ആയപ്പോഴത്തേക്കും എല്ലാം ഒരുവിധം ഓക്കെ ആയി. അപ്പോൾ ഒക്ടോബർ ടു നവംബർ മറ്റേ 30-ാം തീയതി വരെ ഇട്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് യോജി വരുന്നത്. ഞാനും പപ്പ എൻ്റെ പുറകെ എല്ലാത്തിനും നടന്നത്. പപ്പ മീൻസ് യോജിയുടെ പപ്പ. അപ്പോൾ അതെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ യോജിയോട് പറഞ്ഞു, യോജി ഇത് വെക്കേഷനോ പപ്പയ്ക്ക് വയ്യാന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ വന്നു. കല്യാണം കഴിച്ചു. ഡിസംബർ 16 ആയിരുന്നു കല്യാണം. പിന്നെ ഞാൻ ജാനുവരി ആയപ്പോൾ കാനഡയിലേക്ക് വന്നു. എൻ്റെ ഇടയ്ക്ക് മോനുമായി. യോജി ഡിസംബർ എന്നാ ഡിസംബർ 2-ാം തീയതി എന്താ വന്നത് കേട്ടോ. അപ്പോൾ അതായിരുന്നു നടന്നത്. പക്ഷേ പിന്നെയാണ് നമ്മുടെ ലൈഫെല്ലാം ഒരു ചേഞ്ച് ആയത്, ഈ കോവിഡും കോപ്പും ഒക്കെ വന്നിട്ട്. പക്ഷേ നല്ലൊരു ലൈഫാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. ഇനിയും അങ്ങനെ ആയിരിക്കും. ഞാൻ നല്ല ഹാപ്പിയാണ്, യോജി നല്ല ഹാപ്പിയാണ്, ലിയാനും നല്ല ഹാപ്പിയാണ്. അവന് ഇച്ചിരി ചെറുതായിട്ടൊരു ജലസ്യമുണ്ട്. ഞാൻ യോജിനെ കെട്ടിപ്പിടിക്കുന്നത് അവന് ഇഷ്ടമല്ല. യോജി ലിയനെ കെട്ടിപ്പിടിക്കുന്ന കുഴപ്പമില്ല, ഞാൻ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഒരു ജലസ്യമുണ്ട് കേട്ടോ. മൈ മോം മൈൻ എന്നൊക്കെ, എൻ്റെ ആണെന്നൊക്കെ. യോജി മൈ വൈഫ് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എൻ്റെ വൈഫാണെന്ന്. പാവം അവനിങ്ങനെ ശീലമല്ലല്ലോ. അപ്പോൾ അവനിങ്ങനെ പതുക്കെ ആയിട്ട് അവന് ചെറിയൊരു ജലസ്യമുണ്ട്. പക്ഷേ ഒരുവിധം എല്ലാം ഓക്കെ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് നിങ്ങളെല്ലാം റിക്വസ്റ്റ് ചെയ്തോണ്ട് ഞാൻ ഇത്ര റിക്വസ്റ്റ് ചെയ്തോണ്ട് മാത്രമേ ഞാൻ ഇട്ടത്. അത് പണ്ടെടുത്തേ, അതാണ് ഫുൾ സ്ക്രീൻ പോലും ഇല്ല, പകുതി സ്ക്രീനേ ഉണ്ടായിരിക്കുള്ളൂ ആ വീഡിയോയിൽ. പക്ഷെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.